ഇപ്പോഴും ഗംഭീരമായ പ്രദർശനമാണ് എമ്പുരാൻ എന്ന സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയിട്ട് 20 ദിവസത്തോളം കഴിഞ്ഞു. 20ാം ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷൻ എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കുന്നുണ്ട്. ഇനി കുറച്ച് കോടികളുടെ കാര്യമേ ഉള്ളൂ. കേരളത്തിൽ പോലും ഇൻഡസ്ട്രി ഹിറ്റ് എമ്പുരാന് നേടാൻ സാധിക്കും. എന്നാൽ അതിലേക്ക് എത്താൻ പറ്റുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ ഇരുന്നാലും എമ്പുരാൻ തീർത്ത പല റെക്കോർഡുകളും ഇനിയൊരു ചിത്രത്തിന് മറികടക്കണമെങ്കിൽ അതൊരു വലിയ സ്വപ്നം തന്നെയാണ്. അതൊരു ഹിമാലയൻ ടാസ്ക് ആണ്. അങ്ങനെ നടക്കണമെങ്കിൽ ഇതുപോലുള്ള ഹൈപ്പുള്ള ഹെവി ബഡ്ജറ്റ് സിനിമകൾ തന്നെ വരേണ്ടി വരും. അതും ഏതെങ്കിലും ഒരു വിജയ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ആയാൽ മാത്രം ചിലപ്പോൾ നടന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ സ്റ്റാറുകളും ഒന്നിക്കണം. എന്നാൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും മറികടക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡ് എമ്പുരാൻ സാധിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ന് നമുക്ക് ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്. കാരണം ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് ആണ് എമ്പുരാൻ എന്ന സിനിമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറും 4 ദിവസം കൊണ്ട് എമ്പുരാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോടി ക്ലബ്ബ് കളക്ഷൻ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയ്ക്കും വലുതായിരുന്നു. 175.61 കോടി ഗ്രോസ് കളക്ഷൻ. ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് ആണ് ഒരു ഇന്ത്യൻ സിനിമയിൽ എമ്പുരാൻ ഇപ്പോൾ സാധിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 3.5 കോടി പോപ്പുലേഷൻ വെച്ചാണ് മോഹൻലാൽ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ എടുത്തു പറയാണ്. മോളിവുഡിന്റെ ട്രഡീഷണൽ മാർക്കറ്റിൽ വെച്ചാണ് ഈ കളി നടന്നിരിക്കുന്നതും. ഇതൊരു ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കേരളത്തിൽ നിന്നും 42.56 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 24.8 കോടിയും ഓവർസീസിൽ നിന്നും 108.25 കോടിയുമാണ് ഈ ഒരു കണക്കിലേക്ക് എത്താൻ മോഹൻലാൽ വാരിക്കുട്ടിയത്. 2018 എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ മോഹൻലാൽ മറികടന്നത് ഈ ഒരു 4 ദിവസം കൊണ്ടാണ് എമ്പുരാനിലൂടെ എന്നുകൂടി ഓർക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മോഹൻലാൽ എന്ന താരത്തിന്റെ യഥാർത്ഥ ബോക്സ് ഓഫീസ് പവർ എന്താണെന്നുള്ളതാണ്. ഒരു മാസ്റ്റർ പീസ് സാധനം, ഹെവി ഹൈപ്പ് സിനിമ, ഹെവി ബഡ്ജറ്റ്, ഇതുപോലുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഇതുപോലുള്ള ക്രൂവും, മോഹൻലാലിന്റെ മാസ് പരിവേഷം, ഇങ്ങനെയുള്ള പല റെക്കോർഡുകളും ഇനിയും തിരുത്തിക്കുറിക്കാൻ കഴിയും എന്നതിൽ ഇതൊക്കെ തന്നെ കാരണം. മോഹൻലാൽ എന്ന താരത്തെ മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണിച്ചു തരുന്നതും. ഇനി ആരുണ്ട് മോഹൻലാലിനെ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നത് മലയാളത്തിൽ? ഇങ്ങനെ പലതും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു മോഹൻലാൽ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴും എമ്പുരാൻ എന്ന സിനിമ ഇനിയും കാണാൻ പ്രേക്ഷകരുണ്ട് എന്നതാണ്. പലരും എമ്പുരാൻ കാണാൻ മടിച്ചിരിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് ഇതിലെ വിവാദങ്ങൾ അവരെ തിയേറ്ററിൽ എത്തിക്കാൻ മടിപ്പിക്കുന്നു. അതിനപ്പുറം തന്നെ മോഹൻലാൽ ഹേറ്റേഴ്സും മറ്റു ചില താരങ്ങളുടെ ആരാധകരും ഒക്കെ ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ കാത്തിരിക്കുന്നത് OTT റിലീസിന് വേണ്ടിയാണ്. OTTയിൽ എന്തായാലും ഇവർ ഇത് കാണും. ഗംഭീര വിമർശനങ്ങളുമായി എത്താനും സാധ്യതയുണ്ട്. അപ്പോഴാണ് അടുത്ത അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ OTTയിൽ എത്തുമ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായ സാധനങ്ങളൊക്കെ കാണുമോ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാദത്തിന് ശേഷം റീ എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിയ എമ്പുരാൻ തന്നെയായിരിക്കും OTT പ്ലാറ്റ്ഫോമിൽ പ്രദർശനത്തിന് എത്തുക എന്ന് ചിത്രത്തിന്റെ എഡിറ്റർ അഖിലേഷ് മോഹൻ പറയുകയാണ്. സെൻസർ ബോർഡ് ഏറ്റവും ഒടുവിൽ അംഗീകരിച്ച പതിപ്പായിരിക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇനി ഉണ്ടാവുക എന്ന് അഖിലേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ലൂസിഫറിൽ കൂടെ പ്രവർത്തിച്ചതുകൊണ്ട് പൃഥ്വിരാജിന്റെ രീതികൾ അറിയാമായിരുന്നു. കഥ പറഞ്ഞപ്പോൾ തന്നെ ഏത് സ്റ്റൈലിലാണ് എഡിറ്റിംഗ് എന്ന് മനസ്സിലായിരുന്നു. ഓൺലൈൻ എഡിറ്ററായും ഞാൻ തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. റിലീസിന് ശേഷം എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല. സോങ് കട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. OTTക്ക് വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അഖിലേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തുടർന്നാണ് OTTയിൽ വന്നിരിക്കുന്ന ചിത്രത്തിന്റെ പതിപ്പിനെ കുറിച്ച് ചോദിച്ചത്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെർഷനായിരിക്കുമോ OTTയിൽ വരാൻ പോകുന്നത് എന്ന ചോദ്യത്തോട് തീർച്ചയായും അതായിരിക്കും എന്നായിരുന്നു അഖിലേഷിന്റെ മറുപടി. അതാണിപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ. കട്ട് ചെയ്ത വെർഷനായിരിക്കും OTT റിലീസ് ചെയ്യുകയെന്നും അഖിലേഷ് വ്യക്തമാക്കി. ചിത്രം കട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു തോന്നൽ എന്ന ചോദ്യത്തോട് അഖിലേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് ചെയ്തല്ലേ പറ്റൂ. നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. സിനിമ നിലനിർത്തുക എന്നതാണ് പ്രധാനം. മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്തു. തിയേറ്ററിൽ കണ്ടിറങ്ങിയവർ പറയുന്നുണ്ട് കട്ട് ചെയ്തത് മനസ്സിലാവുന്നില്ല എന്ന്. അത് കേൾക്കുമ്പോൾ സന്തോഷം. ഫ്ലോ നഷ്ടപ്പെടാതെ കാണാൻ പറ്റട്ടെ. എതിരഭിപ്രായങ്ങളെ തുടർന്ന് പ്രൊഡക്ഷനും ആളുകളും മാറ്റം വരുത്താമെന്ന് തീരുമാനമെടുത്തു. അത് എഡിറ്റിംഗിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുകയല്ല വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക. ആളുകൾ ഒരിക്കലും അത് കാണാതെ പോകരുത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് സിനിമ ഇല്ലാതാവരുത്. അവർ പറഞ്ഞ ജോലി ഞാൻ അപ്പോൾ തന്നെ ചെയ്തു. അഖിലേഷ് കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെ. എന്തായാലും എഡിറ്റഡ് വെർഷൻ തന്നെയാണ് നമ്മൾ OTTയിലും കാണാൻ പോകുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഫ്ലോ നഷ്ടമാകത്തില്ല എന്നുറപ്പാണ്. അത് കണ്ടവരും ആ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ എഡിറ്റ് ചെയ്യാത്ത സിനിമ കണ്ട അവർ തന്നെയാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ആ ചിത്രത്തെ അറിയാൻ കഴിഞ്ഞു.